ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിലാണിപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഈ തുമ്പ ബീച്ചിൽ ഈ കടലിങ്ങനെ എരമ്പട നേരത്ത് ഇത് കണ്ടിങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാൽ ജീവിതത്തില് ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ്. മറ്റൊരു പ്രത്യേകത ഈ പഞ്ചഭൂതങ്ങളുടെ ഒരു സമ്മേളനമാണിത്. സൂര്യനുണ്ട്, വെള്ളമുണ്ട്, ആകാശമുണ്ട്, വായുണ്ട്, ഭൂമിയുണ്ട്, എല്ലാത്തിന്റെയും കൂടെ ഒരു സമ്മേളന ഭാവത്തിനകത്താണ് നമ്മളും ആ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട നമ്മളും അങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ പ്രത്യേക സുഖല്ലേ. അപ്പോ നമുക്കെന്നാല് ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു കാര്യം, മനോജി ഇപ്പോൾ കാലങ്ങളായിട്ട് ഈ സമൂഹത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ മതത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്ത്യ മതത്തിൽ നമ്മൾ കാണുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതുപോലെ ദുരാചാരങ്ങൾ, ഈ അർത്ഥമില്ലാത്ത അനുഷ്ഠാനങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ, ഇതിന് ഒരു വ്യത്യാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ മതത്തിന്റെ ഈ കെട്ടുപാടിയിൽ നിന്ന് മനുഷ്യരെ വിടുവിച്ച് യഥാർത്ഥത്തില് അവരെ സത്യാന്വേഷികളാക്കുക, ദൈവത്തിലേക്ക് അടുപ്പിക്കുക. ഇതൊക്കെയാണല്ലോ എനിക്ക് കാണുമ്പോ മനോജിയുടെ ഈ പ്രയത്നങ്ങളും ഈ പ്രവൃത്തികളൊക്കെ കാണുമ്പോ എനിക്കതാണ് തോന്നണത്. അപ്പൊ അതില് കൂടുതല് മനോജിക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, അതിന്റെ മുന്നോട്ടുള്ള പ്രവൃത്തികൾ, അതുപോലെ ഇതുവരെ ചെയ്തു വന്നത്, ഈ ഒരു ഇതിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ അച്ഛനെ ഞാൻ പരിചയപ്പെടുന്നത്, ഞാൻ സോഷ്യൽ മീഡിയ വഴി ചെയ്തിട്ടുന്ന വീഡിയോ വഴിയാണ് അച്ഛൻ എന്നെ കാണുന്നത്, പരിചയപ്പെടുന്നത്. നമുക്ക് മുൻകാല പരിചയമൊന്നും ഇല്ല. ഓക്കെ, അങ്ങ് തൃശ്ശൂരിരുന്ന ആളും ഞാനിങ്ങ് തിരുവനന്തപുരത്തിരുന്ന ആളും. അത് മാത്രമല്ല, അച്ഛൻ കൂടുതൽ സമയം നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു അച്ഛൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ വഴിയാണ് നമുക്ക് തമ്മിൽ ഒന്ന് കാണാനും വിളിക്കാനും സംസാരിക്കാനും പറ്റിയത്. ഞാൻ തൃശ്ശൂർ വന്നു, ഇപ്പം അച്ഛൻ ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് വന്നു. അപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിനകത്തും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ 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 നുറുങ്ങുകളൊക്കെ തരാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും എന്നെ തേടി വരികയും എൻ്റെ കൂടെ അടുത്ത് ഇടപഴകുകയും, ചില വ്യക്തികൾ മാസങ്ങൾ, ചില വ്യക്തികൾ വർഷങ്ങൾ കൂടെ നിൽക്കുകയും, അപ്പോൾ അവരുടെ ജീവിതത്തിലൊക്കെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഡിവൈൻ ഭാവത്തെ, ഒരു ആത്മീയ ഭാവത്തെ പ്രസംഗത്തിലൂടെയല്ല, അവരുടെ ജീവിതത്തിനകത്ത് പകർന്നു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് എനിക്ക് എൻ്റെ ഒരു മനസ്സിനകത്ത് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. അവർക്ക് സാമ്പത്തികമായിട്ടും അവരുടെ കുടുംബജീവിതത്തിനകത്തും അതുപോലെ അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സാമുദായിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും നമ്മുടെ നാടിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുടെ അകത്ത് ഇൻവോൾവ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് പ്ലാൻഡ് ആണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു സൈഡിലൂടെ അതിൻ്റെ പ്ലാനിങ്ങും അതിൻ്റെ ഉള്ള പ്രവർത്തനങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സഹവാസവും സഹകരണവും സംസാരവും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ കുറച്ച് വർഷങ്ങളോട് കഴിയുമ്പോൾ അതിന്റെ ഒരു ഫ്ലറിഷിങ് കാണാൻ പറ്റും. കാരണം ഇന്ന് മതത്തിന്റെ അതിപ്രസരം, രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം, എവിടെ നോക്കിയാലും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റിയുള്ള ലൈഫ് എങ്ങും കാണുന്നില്ല. അപ്പൊ അതിനൊക്കെ ഒരു സമന്വയമായിട്ടൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, മൂവ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പെട്ടെന്ന് നടക്കത്തില്ല, അത് കുറച്ച് സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ മേഖലയിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു മൂവ്മെന്റ് കൊണ്ടുവരാനായിട്ടുള്ള കുഞ്ഞു 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 എഫേർട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെയാണ് ഇപ്പോ പെട്ടെന്ന് എനിക്ക് ചോദിക്കാൻ വന്നിരുന്നപ്പോ അസ്തമിക്കാറായിരുന്നു സൂര്യൻ. ഇപ്പൊ ഏകദേശം മങ്ങി തുടങ്ങി. ഇന്ന് കുറച്ച് ഫോഗ് കൂടുതലാ. അപ്പൊ സൂര്യൻ അവിടെ ഉണ്ട്, ചെറിയൊരു ഷെയ്ഡ് ഉണ്ട്, പക്ഷെ ആ ഫോഗ് കാരണം കാണാൻ പറ്റാത്തത്. അതിൽ കാണുന്നുണ്ടോ? ചെറിയൊരു ഫോഗ് കാണുന്നുണ്ടോ? സൂര്യൻ താഴ്ന്നിട്ട് അവിടെ ഉണ്ട്, പക്ഷെ ആ ഫോഗ് കാരണം നമുക്ക് കാണാൻ പറ്റാത്തതാ. ഈ ബീച്ച്, കടൽ തീരം മനോജിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നടന്ന് ഇതിലേക്കൊന്ന് നടന്ന് ധ്യാനിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ എന്തൊരു ഒരു ഞാൻ സ്ഥിരം ഇവിടെ വന്നിരിക്കാറുണ്ട്. രാത്രി കാലങ്ങളിൽ ഇവിടെ വന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ഈ സൂര്യാസ്തമയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പുതിയ ആശയങ്ങൾ കിട്ടാനായിട്ടുള്ള സമയത്ത് ഞാൻ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും കുറേ സമയം. 3/4 മണിക്കൂർ, അരമണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ, ചില ദിവസങ്ങളൊക്കെ 2 മണിക്കൂർ വരെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അച്ഛൻ എന്താ ഇവിടെ വന്നിരുന്നപ്പോൾ തോന്നുന്നത്? ഇതിപ്പോ ആ കടല് ഓളം വെട്ടണം തന്നെ ഉള്ളു ഇങ്ങനെ ഓളം വെട്ടണം. അതെ, കടല് പണ്ടും ബീച്ച് കാണുക, കടലില് പോവുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ആവേശമുള്ള ഒരു കാര്യമാണ്.
ഓക്കെ, നമ്മളിവിടെ ഇരിക്കുമ്പോൾ മടുക്കത്തില്ല ഇതിന്റെ ഈ ഒരു മൂവ്മെന്റിനകത്തും ഈ ഒരു സൗണ്ടിനകത്തും ഇതിങ്ങനെ കണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ മതിമറന്നിരിക്കാൻ പറ്റും. ആ പ്രകൃതിയുമായിട്ടുള്ള ലയനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആത്മീയതയുടെ മറ്റൊരു വശം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ ഈ സമാധാനത്തിൽ ഇരിക്കുമ്പോഴും നമ്മുടെ ഈ കടലിന്റെ മറുകരയിൽ അസമത്വം നിലനിൽക്കുന്നുണ്ട്, യുദ്ധത്തിന്റെ. അതുണ്ട്. അപ്പൊ നമ്മൾ ഇരിക്കുമ്പോഴും എന്റെ ഹൃദയത്തിനകത്ത് അതിനുവേണ്ടി ഇങ്ങനെ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുക, യുദ്ധത്തിന്റെ ആ കെടുതികളൊക്കെ ഒന്ന് നിൽക്കാനും, ആ യുദ്ധത്തിന്റെ ആ ത്വര നിൽക്കാനും, അവരുടെയൊക്കെ അധികാരികളുടെ മനസ്സൊന്ന് തണുക്കാനും, ജനങ്ങളൊക്കെ ഒന്ന് സമാധാനത്തിലും സന്തോഷത്തിലും ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹൃദയത്തിൽ ഞാൻ ആ കൺഫെഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു മുതലെടുപ്പ് നടക്കുന്നുണ്ട്. അച്ഛൻ കണ്ടായിരുന്നോ? ഞാൻ ഇന്ന് ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പെന്തക്കോസിലെ കുറച്ച് പാസ്റ്റർമാരും കുറച്ച് സഹോദരന്മാരും ഒക്കെ കുറെ പോസ്റ്ററുകൾ ഇട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? രാജ്യം രാജ്യത്തോട് തീർക്കും, യുദ്ധശ്രുതികളുണ്ടാകും, കർത്താവ് വരാൻ സമയമായി, ഈ എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം വന്നു കഴിഞ്ഞാൽ മുതലെടുക്കുക കഴിഞ്ഞാൽ ഇവരെ പോയിട്ടേ ഉള്ളൂ. അവര് പറയുന്ന കാര്യത്തിനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി. അതെ. അച്ഛന് എന്താ ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്തപ്പോൾ അച്ഛൻ്റെ ഹൃദയം എങ്ങനെ പറയുന്നു? എന്ത് പറയുന്നു? നമുക്കൊരു ഒരുപാട് കാര്യം. ആദ്യത്തെ ഒരു കാര്യം, ഇവിടെ വന്ന് മനോജിയുടെ വീട്ടിൽ വരാൻ പറ്റി, മനോജിനെ നേരിട്ട് കാണാനും അതുപോലെ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റി. അതന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ നമ്മൾ വിവിധ സബ്ജക്റ്റുകൾ നമ്മൾ സംസാരിച്ച് ഷെയർ ചെയ്തു. പിന്നെ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ മുമ്പാണ്, 2008 തിരുവനന്തപുരത്ത് വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഇനി അങ്ങോട്ട് സ്ഥിരം വരേണ്ടി വരും. ഞാനും ആഗ്രഹിക്കുന്ന ഇതാച്ചാ, നമ്മുടെ ഈ ആത്മീയമായിട്ട് ഒത്തിരി സംസാരിക്കുക മാത്രമല്ല, ഇതുപോലെ തേടി വരണം, ഒരുമിച്ച് കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യണം. അപ്പൊ പരസ്പരം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രസംഗിക്കുന്നത് തന്നെയാണോ മനോജിന്റെ ജീവിതം, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അങ്ങനെ തന്നെയാണോ അവരുടെ ജീവിതം? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണാനും മനസ്സിലാക്കാനും, ആത്മീയത എന്ന് പറയുന്നത് ശരിക്കും ജീവിതമാണ്. അത് ചുമ്മാ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് അനുഭവിച്ച് മനസ്സിലാക്കുമ്പോഴും, കണ്ട് മനസ്സിലാക്കുമ്പോഴും, കേട്ട് മനസ്സിലാക്കുമ്പോഴും അതിന്റെ ആഴം വലുതാണ്. നമ്മൾ ഇന്നയോളം ഒരു പൗരോഹിത്യത്തിനകത്ത് നിൽക്കുമ്പോൾ പുൽപ്പറ്റിനകത്തുള്ള ഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അല്ല, ഇപ്പൊ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ആ ദൈവേഷങ്ങൾക്ക് നമ്മൾ തന്നെ നിന്ന് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. മറ്റേത് അതിന്റെ ഓട്ടം പാച്ചിലല്ലേ, പൗരോഹിത്യത്തിന്റെ മിനിസ്ട്രിക്കുള്ള ഓട്ടം പാച്ചില്.